നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ പോര്. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന് സണ്ണി ജോസഫ്. KPCC അധ്യക്ഷന്റെ വെൽ ഡ്രാഫ്റ്റഡ് പരാമർശം തള്ളി VD സതീശൻ. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നല്ലല്ലോ. ഇനിയും വലിയ കാര്യങ്ങൾ പുറത്തു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കൻ ജില്ലകൾ പോളിംഗ് ബൂത്തിൽ ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ്. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. പ്രതീക്ഷയിൽ മുന്നണികൾ. വോട്ടെണ്ണൽ മറ്റന്നാൾ. LDF ചരിത്ര വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരായ വിധിയെഴുത്താകുമെന്ന് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് K. സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതിൽ ആകാംക്ഷ. VC നിയമനത്തിൽ സർക്കാരിനും ഗവർണർക്കും തിരിച്ചടി. നിയമനം നേരിട്ട് നടത്താൻ സുപ്രീം കോടതി. ഓരോ പേരുകൾ നൽകാൻ സെർച്ച് കമ്മിറ്റിക്ക് നിർദ്ദേശം. ശ്രമിച്ചത് സമവായത്തിനെന്ന് R. ബിന്ദു. കോടതി പറയും പോലെ മുന്നോട്ട് പോകുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിശ്വാസികൾ സർക്കാരിനൊപ്പമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചില നടന്നതായി പിണറായി. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. കൊള്ളയിൽ ഉന്നതർ ഇപ്പോഴും CPM-നുള്ളിലുണ്ടെന്ന് രമേശ് ചെന്നിത്തല. പത്മകുമാറിനെതിരെ നടപടി ഉചിതമായ സമയത്ത് AK ബാലൻ. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 ഇന്ന്. വിജയ തുടർച്ചയ്ക്ക് ഗില്ലും സംഘവും. തിരിച്ചുവരാൻ സന്ദർശകർ. മത്സരം രാത്രി 7 മണി മുതൽ ചണ്ഡീഗഡിൽ. വാർത്തകൾ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 1 മണി വരെ 44.64% പോളിംഗ് രേഖപ്പെടുത്തി. വടക്കൻ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ആകെ 38,994 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ പരാമർശങ്ങൾ, രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ കൂടി നടന്ന ഒരു ദിവസമാണെന്ന്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും രാവിലെ നേതാക്കൾ സംസാരിക്കാറുണ്ട്. വിവിധ വിഷയങ്ങൾ പരസ്പരം ആ വിഷയങ്ങളിൽ പോരടിക്കാറുണ്ട്. സമാനമായി തന്നെ ഇന്നും നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം KPCC അധ്യക്ഷൻ തുടങ്ങിവെച്ച വാക്പോര് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു. അതിനുശേഷം VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന തരത്തിൽ ചിത്രീകരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായ പരാമർശങ്ങൾ വളരെ പ്രധാനമായും സംഭവിച്ച ഒരു ദിവസം കൂടിയാണെന്ന്. MS അനീഷ് കുമാർ കോഴിക്കോട്ട് നിന്ന്, KV ബൈജു കാസർഗോഡ് നിന്ന്, ജിഷാദ് മലപ്പുറത്ത് നിന്ന്, രജീഷ് കുളങ്ങര പയ്യന്നൂരിൽ നിന്ന്, ആസാദ് താമരശ്ശേരിയിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് ജയരാജ്, ഒപ്പം CV അനുമോദ് പാലക്കാട്, മലപ്പുറം വിവരങ്ങളുമായി ചേരും. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഏതാണ്ട് വലിയ പോളിംഗ് രാവിലെ മുതലുണ്ട്. ഇപ്പോഴും സമാനമായ സ്ഥിതി പോളിംഗ് ബൂത്തുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെ തന്നെ പ്രതീക്ഷിച്ച ഒരു പോളിംഗ്, വോട്ടർമാരുടെ ഒരു വരവ് ഈ ബൂത്തുകളിലേക്കുണ്ടോ? തീർച്ചയായും പോളിംഗിൽ വലിയൊരു കുതിച്ചുകയറ്റം ഉണ്ടാവുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്.
ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 45.36 ഇതുവരെ നടന്ന പോളിംഗ്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 50% അടുത്ത് ആ പോളിംഗ് ഉച്ചയായപ്പോൾ തന്നെ ഏതാണ്ട് 1 മണിയായപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാൻ കഴിയുന്നു. നമ്മളിപ്പോൾ എടക്കാട് ഡിവിഷനിലുള്ള ഒരു ബൂത്തിലാണ്, പുതിയങ്ങാടിയിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് വശത്തും, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഭാഗങ്ങളിൽ വലിയ ഒരു നിര തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഒപ്പം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ഒക്കെ ഏതാണ്ട് മികച്ച രീതിയിലുള്ള പോളിംഗ് തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ പലയിടങ്ങളിലും 50% അധികം വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ കോവിഡ് അടക്കം നിലനിന്ന സാഹചര്യത്തിലും ഏതാണ്ട് 79% പോളിംഗ് ആയിരുന്നു കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് അതിലേക്ക് തന്നെ നടന്നു നീങ്ങുന്ന തരത്തിലാണ് നിലവിലത്തെ ഒരു പ്രവണതകൾ. അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50%-നടുത്ത് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഉച്ചതിരിഞ്ഞും ഇതേ രീതിയിൽ തന്നെ ആളുകളിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഏതാണ്ട് 1 മണി മുതൽ 4 മണി വരെയൊക്കെയാണ് പോളിംഗിൽ ഒരു മന്ദഗതിയിൽ നീങ്ങുന്ന സമയം. പക്ഷേ അതിനുശേഷം വീണ്ടും കുതിച്ചു പായുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കാലാവസ്ഥ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഉച്ചതിരിഞ്ഞ് പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ഒരു വലിയ കുറവ് ഈ തെക്കൻ കേരളത്തിലെ അപേക്ഷിച്ച് അത്ര മാത്രം ഒരു കുറവ് വരില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കുറേ നേരം ആയോ ഇവിടെ? ഇല്ല, ഒരു 20 മിനിറ്റ് അത്രയായിട്ടുള്ളൂ. രാവിലെ വന്നില്ല, ഉച്ചയ്ക്ക് വരാൻ ഉച്ചയ്ക്ക് വന്ന ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട തിരക്കുണ്ട് അല്ലേ? അത്യാവശ്യമുണ്ട് കുറച്ച്. അതാണ് 10-15 മിനിറ്റായി വന്ന്, എന്നിട്ട് അദ്ദേഹം ക്യൂവിൽ നിൽക്കുകയാണ്. ഇനിയും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാലാവും വോട്ട് ചെയ്ത് മടങ്ങാൻ പറ്റുക. ഒപ്പം തന്നെ പ്രായമായ അമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവർക്ക് പ്രത്യേകം ഇരിപ്പിടം ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. എങ്ങനെ എല്ലാ സമയത്തും ഇതുപോലൊക്കെ ഉച്ചയാകുമ്പോഴാണ് വോട്ട് ചെയ്യാൻ വരിക അതോ? അതെ, ചിലപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ടാണ് വരികയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുള്ളൂ. ഞങ്ങൾക്ക് ഓട്ടോ ഡ്രൈവർമാർ ഞങ്ങളവിടെ കൊണ്ടുപോയി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇതിൽ സ്മൂത്തായിട്ട് വരാം അങ്ങോട്ടേക്ക്. അതെ, തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ വോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഓ, വിനിയോഗിച്ചു കഴിഞ്ഞു? ചെയ്തു കഴിഞ്ഞു. നഷ്ടപ്പെടുത്താറില്ല എന്തായാലും. അതാണ് അമ്മമാരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്യാനിരിക്കുന്നതാണ്. നമ്മുടെ സീനിയേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഇരുത്തിയതാണ്. അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ? അത്യാവശ്യമുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ല, ചെയ്തു പോവാം. ചെയ്തു പോവാം. അതാണ് രഞ്ജിത്തെ, ആളുകൾ കാത്തിരിക്കുന്നവരുണ്ട്, വോട്ട് കഴിഞ്ഞവരുണ്ട്. ഈ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി ക്യൂ നിൽക്കുന്നവരെയും കാണാം. എന്തായാലും ഒരു മികച്ച പോളിംഗ് ശതമാനത്തിലേക്കാണ്. അതായത് മിക്ക ബൂത്തുകളിലും ഇത്തരത്തിൽ കാര്യമായ ഒരു തിരക്ക് കാണാം അനീഷ്. ഇപ്പോൾ 44.64 ഈ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഒട്ടാകെ പോളിംഗ് നിലവാരം. 45-ന് മുകളിൽ ഇതിനകം കോഴിക്കോട് അടക്കം രേഖപ്പെടുത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് തെക്കൻ ജില്ലകളിലെ പോളിംഗിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്ന ജില്ലകളുള്ളത് കൊണ്ട് കൂടിയാകാം അത്. തീർച്ചയായും സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയമായ പോരാട്ടം ഏറെയുള്ള ഇടങ്ങളാണ് മലബാറിലെ പല ജില്ലകളും. പ്രത്യേകിച്ചും കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ വലിയ ഒരു ആവേശം പ്രകടമാവുന്നൊരു ജില്ലയാണ്. നമുക്കിപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ വടകരയിൽ ഈ വ്യക്തിപരമായ പോരാട്ടങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഏറെ പേരുകെട്ട ഇടമാണ്. അവിടെ ഇതിനകം തന്നെ 49.96% പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. പേരാമ്പ്ര, ബാലുശ്ശേരി, ചേളന്നൂർ, കൊടുവള്ളി എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് 47-48% വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് 1 മണിയുടെ കണക്ക് കൂടി എത്തുമ്പോൾ ഏതാണ്ട് 50% പിന്നിട്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീരെ കുറഞ്ഞ ഒരു പോളിംഗിലേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ താഴ്ന്ന ഒരു പോളിംഗിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഈ ഘട്ടത്തിൽ പ്രകടമല്ല. എങ്കിലും ഇനിയും കണക്കുകൾ ഇനിയും അവസാന ഘട്ടത്തിലേക്ക് വരണം. ഇപ്പോഴത്തെ ഒരു വേഗത ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നഗരപ്രദേശങ്ങളിലും തീരമേഖലകളിലും ഒപ്പം മലയോര മേഖലകളിലും ഒരേ രീതിയിലുള്ളൊരു ട്രെൻഡാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ ഉച്ചവെയിലെത്തും. കാലാവസ്ഥ പൊതുവെ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. പക്ഷേ വെയിലിൻ്റെ ചൂടുണ്ട്. ആ ആധിക്യത്തിൽ പോലും ഒരുപാട് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് കണ്ണൂരിലേക്കും കാസർഗോട്ടേക്കും ഒന്ന് പോകണം. KV ബൈജു അവിടെയുണ്ട്. ബൈജു, കണ്ണൂരിൽ ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് പോളിംഗ് ശതമാനം കുറവാണ് താരതമ്യേന. 37% ആയിട്ടുള്ളത്. കാസർഗോഡ് 42 കടന്നിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്ക് വരുമ്പോൾ ഒരുപക്ഷെ 40-ന് മുകളിൽ കണ്ണൂരും 45-ന് മുകളിൽ കാസർഗോഡുമൊക്കെ ആയി കാണണം.
ഈ പ്രചരണ സമയത്തെ ഒരു ആവേശം പോളിംഗിൽ ഇല്ല കണ്ണൂർ പോലുള്ള ജില്ലകളിലെന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും രാജ്യത്തെ 7 ജില്ലകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡും കണ്ണൂരും തന്നെയാണ്. ഏറ്റവും പ്രധാനം വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണ്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെയാണ് വലിയ ചൂടുള്ള ചർച്ചയായി മാറിയിട്ടുള്ളത്. അതായത് സ്ത്രീലമ്പടന്മാർ, ലൈംഗിക കുറ്റവാളികൾ, ക്രിമിനലുകൾ, ഇങ്ങനെ 3 വാക്കുകൾ വളരെ വലിയ തോതിലുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ഏതായാലും വലിയ ചർച്ചയായി തുടർ വാക്കുകൾ വന്നു. സുധാകരനെ വന്നു, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീണ്ടും ഇതിനെ മറികടക്കുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി കണ്ണൂരിൽ നിന്നും ഉണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായി ഇന്ന് സംസാരിച്ചു എന്നതിനാണ് ഏറ്റവും പ്രധാനം. ഈ കേസിൽ തന്നെ ഈ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ ഈ ന്യായീകരിച്ച്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് സംസാരിച്ചതിനെയും മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുന്നു. അതോടൊപ്പം ഇത്തരം ഒരുപാട് ക്രിമിനലുകൾ, ലൈംഗിക ക്രിമിനലുകൾ CPM UDF-നകത്തു കോൺഗ്രസിനകത്ത് പ്രധാനമായും ഉണ്ട് എന്ന തരത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നു. നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും ഇത്ര രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല. ശബരിമല ഉള്ള വിഷയമല്ലാതെ UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റു വിഷയങ്ങളില്ല എന്ന തരത്തിലൊക്കെ പ്രസ്താവന വരുന്നുണ്ടായിരുന്നു. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു MP ഗോവിന്ദൻ മാസ്റ്ററുടെയും പ്രസ്താവന വന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിലേക്ക് വന്നാൽ രാവിലെ മുതൽ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാം ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് ഇപ്പോഴും പോളിംഗിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ കാണുന്ന കാഴ്ച അതാണ്. ഇത് കാസർഗോഡ് ഇക്ബാൽ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബൂത്തിലെ കാഴ്ചയാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ നീണ്ട നിര നമുക്ക് രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിച്ചു. ഇപ്പോഴും പോളിംഗ് ശതമാനം കുറവാണെങ്കിലും 45% അടുത്തിരിക്കുന്നതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. 42 ഔദ്യോഗികമായി വന്ന കണക്ക്. പക്ഷെ 45% ആയിരിക്കുന്നു എന്ന ഒരു അനൌദ്യോഗിക കണക്കും വരുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ വലിയ തോതിലൊന്നും ഉണ്ടായിട്ടില്ല എന്നതും വലിയ ആശ്വാസമാണ്. അത്രത്തോളം പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. ജില്ലാ ഭരണകൂടം ഇതിന് തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. 1035 ബൂത്തുകൾ കണ്ണൂരിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതോടൊപ്പം കാസർഗോഡ് 119 ബൂത്തുകളിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. ഇവിടെയൊക്കെ ക്യാമറ സംവിധാനങ്ങൾ, വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സുഗമമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. രാവിലെ ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെയാണ് ബൈജു ചില ബൂത്തുകളിൽ മെഷീൻ തകരാറ് മൂലം വോട്ടെടുപ്പ് അല്പം ഒന്ന് വൈകിയതുമൊക്കെ. അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഈ കണ്ണൂരിനെ അപേക്ഷിച്ച് കാസർഗോഡ് കുറച്ചുകൂടി ആളുകളുടെ ഒരു വരവുണ്ടല്ലേ? 43 മുകളിലാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗികമായി ഒരുപക്ഷെ അത് 45-ലേക്കൊക്കെ എത്തിക്കാണും ഇതിനകം തന്നെ. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ നമുക്കറിയാം 6 മണി വരെ സമയം ബാക്കിയുണ്ട്. തീർച്ചയായും രഞ്ജിത്തെ, ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ട്. KV ബൈജുവിലേക്ക് അല്പം സമയത്തിനകം തന്നെ വരാം. ഏതായാലും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും അടക്കമുള്ള വടക്കൻ ജില്ലകൾ വലിയ ആവേശത്തോടു കൂടി പോളിംഗ് പൂർത്തിയാക്കുന്നുണ്ട്. ബൈജു തുടരാം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം എന്ന് പറയേണ്ടി വരും. പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ 44% കണ്ണൂർ കാസർഗോഡ് ആയാലും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് 2 ജില്ലകളിലും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് ശതമാനം വർദ്ധിക്കുക. കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായത് കണ്ണൂർ തന്നെയാണ്. ഈ കണ്ണൂരിലെ പ്രധാനമായും CPM പാർട്ടി കേന്ദ്രങ്ങളിൽ, ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് മന്ദഗതിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൊത്തം പോളിംഗ് ശതമാനത്തിൽ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അത് വർദ്ധിച്ചേക്കാം. ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിയേക്കാം. എന്തായാലും വാശിയേറിയ മത്സരം നടക്കുന്നു. വലിയ തോതിലുള്ള പ്രചരണം നടന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചരണ രംഗത്ത് സജീവമാകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ തോതിലുള്ള വാശിയേറിയ മത്സരം നടക്കുന്ന ജില്ലകൾ തന്നെയാണ് കണ്ണൂരായാലും കാസർഗോഡായാലും. അത് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനൊക്കെ സൂചിപ്പിച്ചത് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDF-ന് വലിയ തോതിലുള്ള അഭിമാന പോരാട്ടമാണ്. ഏത് വിധേനയും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും
നിലനിർത്തുക എന്നതിനെയാണ് UDFന്റെ ലക്ഷ്യം. അതായത് ആകെയുള്ള ഒരു 6 കോർപ്പറേഷനുകളിൽ ആകെയുള്ളൊരു കോർപ്പറേഷനാണ് കണ്ണൂരേത്. അത് കൈവിടാൻ UDF ഒരുക്കമല്ല. പക്ഷേ LDF ആകട്ടെ അത് പിടിച്ചെടുക്കും, ഇത്തവണ ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. എന്നാലും ജില്ലാ പഞ്ചായത്തിലും സ്ഥിതി വിഭിന്നമല്ല. PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ ആ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലും മത്സരം പ്രധാനം തന്നെയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലാണ് ഏറ്റവും പ്രധാനമായ മത്സരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം, ഒരു സീറ്റിനെ മാത്രം സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം അത് നിലനിർത്തുക UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതേസമയം LDF ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കും. അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതായാലും വലിയ തോതിലുള്ള വാശിയേറിയ പ്രചരണം. അതിനൊടുവിൽ വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന ഒരു കണക്കൂട്ടലാണ് മുന്നണികളിലുള്ളത്. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 7ഓളം ജില്ലകളിൽ, വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തോടുകൂടി വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുന്നു. ഏതായാലും CV അനുമോദ് കൂടി ചേരുകയാണ്. അനുമോദ്, പാലക്കാട്ടെയും മലപ്പുറത്തെയും വിവരങ്ങളാണ് അനുമോദ് നൽകുന്നത്. അനുമോദ്, പാലക്കാട്ട് രാവിലെ ഒരു സംഘർഷമുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസും BJPയും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മലപ്പുറത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെ UDFന്റെ വലിയ വിജയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ടോ ഈ 2 ജില്ലകളിലും? നമുക്കാദ്യം പാലക്കാട്ടെ വിഷയം തന്നെ പാലക്കാട് സാഹചര്യത്തിൽ പരിശോധിക്കാം. ഏറ്റവും അവസാനമായി ലഭിച്ച കണക്ക് പ്രകാരം 45.08 പാലക്കാട്ടുള്ള പോളിംഗ് ശതമാനം ഇതുവരേക്കുമുള്ളത്. അത് ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു 50-നടുത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും. വലിയ തിരക്ക് പാലക്കാട് എവിടെയും അനുഭവപ്പെടുന്നില്ല. പക്ഷേ പോളിംഗ് ബൂത്തുകളുടെ എണ്ണത്തിലെ വർധനവാകാം തിരക്ക് കൂടുതലായിട്ട് ബൂത്തുകളിൽ കാണാത്തതിൻ്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള സമയം ഒരുപക്ഷെ പാലക്കാട് കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട് നഗരത്തിലൊക്കെ. അപ്പോൾ നഗരത്തിലുള്ള പോളിംഗ് ബൂത്തുകളിൽ ഇനിയുള്ള മണിക്കൂർ 2-3 മണിക്കൂർ ഒരുപക്ഷെ തിരക്ക് അല്പം കുറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും നല്ല തിരക്ക് ഇതുവരേക്കും ഉണ്ടായിരുന്നു. ഇവിടെ രാവിലെ നേരത്തെ സൂചിപ്പിച്ച ആ സംഘർഷാവസ്ഥ ഒഴിച്ചാൽ മറ്റ് വലിയ സംഘർഷാവസ്ഥകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ അഞ്ച് BJP പ്രവർത്തകരെ പോലീസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പിന്നീട് വലിയ വിവാദമാവുന്ന തരത്തിലേക്കുള്ള തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. BJP ഇതിനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വോട്ടർമാർക്ക് UDF സ്ഥാനാർത്ഥി പണം വാഗ്ദാനം ചെയ്തു എന്നുള്ളൊരു ആരോപണം പാലക്കാട് സ്റ്റേഷനപുരം മംഗലാംകുന്നിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി രാമകൃഷ്ണനാണ് പണം നൽകിയത് എന്ന ഒരു ആക്ഷേപമാണ്. അതിന് രാമകൃഷ്ണൻ്റെ ശബ്ദ സന്ദേശം സംഭാഷണമൊക്കെ പുറത്തു വന്നതും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. 50% മുകളിലേക്ക് ഇതുവരേക്കും പോളിംഗ് ശരാശരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ലീഗ് നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന് നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അതേ തരത്തിൽ തന്നെയാണ് മലപ്പുറത്തെ പോളിംഗിൻ്റെ കണക്കുകളും ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നത് 53.69 ആണ്. 1.4, അതായത് 1:15 പുറത്ത് വന്ന കണക്കാണ് മലപ്പുറത്തെ 53.69 എന്നുള്ളത്. അതിൽ തന്നെ നഗരസഭകളിലൊക്കെ മഞ്ചേരിയൊക്കെ മികച്ച പോളിംഗ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്ന മഞ്ചേരിക്ക് 50% കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഞ്ചേരിയിലാണ്. ഏറ്റവും കുറവ് നിലവിലെ കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ 38.24 മറ്റെല്ലായിടത്തും 40 മുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. പൊന്നാനിയിലും അതുപോലെ കൊണ്ടോട്ടിയിലുമാണ് പോളിംഗ് ശതമാനം 40 താഴേക്ക് വന്നിരിക്കുന്നത്. UDFൻ്റെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മേഖലകളിലൊക്കെ പോളിംഗ് ശതമാനം ഉയരുന്നു എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അതായത് നമുക്കറിയാം ലീഗിൻ്റെ വലിയ കോട്ടകളുണ്ട്. അവിടെ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് പലപ്പോഴും ഈ കോട്ടകളിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് അതായത് പാർട്ടികൾ ഗുണം ചെയ്യും. അത് ആ പ്രതീക്ഷയാണല്ലേ രാവിലെ പങ്കുവച്ചത്. ഇപ്പോൾ കേരളമൊട്ടാകെ UDF തരംഗം എന്നൊക്കെ ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടു.
തീർച്ചയായും അതുതന്നെയാണ് പോളിംഗ് ശതമാനത്തിലെ വർധനവ്. പോളിംഗ് ശതമാനം ഉച്ചയ്ക്ക് ഈ 1 മണിയായപ്പോഴേക്ക് 53% വർദ്ധിച്ചത് ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ലീഗിൻ്റെ ഉറച്ച കോട്ടകൾ തന്നെയാണ് മലപ്പുറത്തെ പല നഗരസഭകളും ഉള്ളത്. ഇടതുപക്ഷത്തിന് ഉറച്ച പ്രതീക്ഷയുള്ള ഒരു നഗരസഭയാണ് പൊന്നാനി. അവിടെ അല്പം പോളിംഗ് ശതമാനം താരതമ്യേന മറ്റ് ഇടങ്ങളെക്കാൾ കുറവാണ് എന്നതുകൂടി നമുക്കിവിടെ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് UDF-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ടെ നമ്മൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന് കരുതുന്ന 2-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ നമ്മൾ കാണാം രാവിലെ മുതൽ ഈ മേഖലയിൽ നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ രാഹുൽ എത്തില്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു വിവരമാണ് ഏറ്റവും അവസാനമായി പാർട്ടിയുടെയും അതേപോലെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തകരിൽ നിന്നൊക്കെ അറിയാൻ കഴിയും. നേരത്തെ തന്നെ രാഹുൽ ഈ വിവാദമുണ്ടായ സമയത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ മേഖലയിൽ സജീവമായിരുന്നു കുന്നത്തൂർമേട്ടിൽ എന്നുള്ളതുകൂടി പറയേണ്ടതുണ്ട്. അന്ന് അവർക്കൊപ്പം രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരാണ്. ഇപ്പോൾ അദ്ദേഹം എത്താൻ സാധ്യതയില്ല എന്ന തരത്തിലേക്കൊക്കെ വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിലും ഈ ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരിടമായിട്ടുള്ളത് ഈ ബൂത്ത് തന്നെയാണ്. ഇവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ ഇന്നത്തെ വാർത്താചിത്രം അതായിരിക്കും. 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് MLA വോട്ട് ചെയ്യാനെത്തുകയും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തന്നെ മറ്റൊന്നാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാതിരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവൊക്കെ ഉള്ളപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളിവിടെ. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് നിരവധി പ്രമുഖർ 2ാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കൾ ഒരുപാട് പേർ വോട്ട് ചെയ്ത ദിവസമാണ്. പ്രത്യേകിച്ചും ഇടത് നേതാക്കളുടെ സ്ഥലം കൂടിയാണ് കണ്ണൂരും കോഴിക്കോടുമൊക്കെ. അവരുടെയൊക്കെ പ്രതികരണം, എല്ലാവരുടെയും പ്രതികരണത്തിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDF-ന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. രാവിലെ തന്നെ ഞാനും ഭാര്യ സമേത വോട്ട് രേഖപ്പെടുത്തി. വലിയ പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി. നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ. നിങ്ങൾ വടക്ക് മുതൽ തെക്ക് വരെ നോക്കുക, എത്രമാത്രം മാറ്റങ്ങളാണ്. ഈ നാഷണൽ ഹൈവേക്ക് ഉപയോഗിക്കുന്ന പണം കേരളം മുഴുവൻ വിന്യസിക്കുകയാണ്. ഈ ക്ഷേമ പദ്ധതി കൊടുക്കുന്ന പണം കേരളം മുഴുവനാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി കേരളം വളരുന്നു, വികസിക്കുന്നുണ്ട്. അതിദരിദ്രം ഇല്ലാത്ത കേരളമായി ഇനി ദാരിദ്ര്യമില്ലാത്ത കേരളമാക്കണം. ഇനിയും ഇവിടെ അവശേഷിക്കുന്ന ഓരോ പ്രശ്നവും പരിഹരിക്കണം. അത് ഇടതുപക്ഷം വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു, അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു, അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവർ ഇടതുപക്ഷ ഗവൺമെന്റിന് പിന്നിൽ അണിനിരക്കുന്നു. ആ ഗവൺമെന്റ് ഇനിയും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളമുണ്ട്. ആ പ്രതികരണം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കരുത്തും ശക്തിയും നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട്, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാകും. അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും UDF ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിലുണ്ട്.
അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ നേടാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഓരോ വോട്ടർമാരുടെയും മുമ്പിൽ ഓരോ പരിഗണനയാണ് ഓരോ തെരഞ്ഞെടുപ്പിനും വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇതിനു മുമ്പ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. ആ മുൻതൂക്കത്തെ അട്ടിമറിച്ച് ഒരു ഉജ്ജ്വലമായ വിജയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 7 ജില്ലകളിലെയും ഫലങ്ങൾ ഈ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അത് സാധിക്കും. ഇന്ന് രാവിലെ തൃശ്ശൂർ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ, വേദനകൾ, ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അതൊക്കെ ഇത്തവണത്തെ വോട്ടെടുപ്പിൽ നിഴലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വോട്ട് ചെയ്യാറുള്ളത് തവണയും ആദ്യ വോട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവിടെ കാണുന്നത്. UDFന്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം പ്രത്യേകിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ 2ാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UDFന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. എന്ത് തോന്നുന്നു? കുറേ ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് ക്യൂവിലൊക്കെ വരുന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ. ജനാധിപത്യം, മതേതരത്വം, മതസൗഹാർദ്ദം, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം, മറ്റ് ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക, അതൊക്കെ ഉദ്ദേശിച്ചാണല്ലോ ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം, അങ്ങനത്തെ ഭരണസമിതിയൊക്കെ വരണം എന്നല്ലേ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവുന്നത്. ഇത്തവണ കേരളം ആര് കൊണ്ടുപോകുമെന്നാണ് തങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ? ഞാൻ അഭിപ്രായമില്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് വോട്ട് ചെയ്തിട്ട് പറയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ്. ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ്. UDFന്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, 2 മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ 2 മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി.
ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് BJPയും NDAയും മാത്രമാണ്. അതുകൊണ്ട് പ്രാദേശിക ഭരണ സമിതികൾ പലപ്പോഴും വികസനത്തിന് പ്രാമുഖ്യം നൽകേണ്ട സമിതികളാണ് എന്നുള്ളതുകൊണ്ട് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയും എന്നുള്ള നിലക്ക് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. 100% വിജയപ്രതീക്ഷയായിട്ടാണ് വരുന്നത്. എൻ്റെ വോട്ട് 69ാം വാർഡിലാണുള്ളത്. ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി N. ശിവപ്രസാദാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കി വരുന്നത്. ഇവിടെ കാരപ്പറമ്പ് സ്കൂളിലും വിലാത്തിക്കുളം സ്കൂളിലുമാണ് എൻ്റെ ഡിവിഷനിൽ വരുന്ന വോട്ടുകൾ. എങ്ങനെയാണ് ഇപ്പം നമുക്ക് മുന്നിൽ കണ്ടിരുന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് UDF പറയുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള ഒരു വിധേയത്തോടെയായിരിക്കും എന്ന് പറയുന്നത്. ഒരിക്കലുമില്ല. കേന്ദ്രത്തോടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഈ തവണ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയിട്ടുള്ള വികസന രേഖയിലടക്കം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളും തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനകത്തും വികസനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യൊപ്പ് ചാർത്തിയേ തീരൂ എന്നുള്ള തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ LDF ബൂത്ത് ഏജന്റിന് മർദ്ദനമേറ്റതായി പരാതി. തളിപ്പറമ്പ് പട്ടുവം അരിയിലാണ് സംഭവം. 8ാം വാർഡ് ബൂത്ത് ഏജന്റ് P. അബ്ദുള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. കള്ളവോട്ട് തടയാൻ ശ്രമിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥലത്ത് സന്ദർശനം നടത്തി. കള്ളവോട്ട് ചെയ്യാൻ വന്നതിന് ഇതിപ്പോൾ എന്നിട്ട് വന്ന ആളെയും കൂട്ടി വന്ന് പുറത്തുള്ള ബൂത്തിനുള്ളിൽ കച്ചി കൊണ്ടുപോയി ചെയ്യിച്ചത്. നിങ്ങൾ പ്രതികരിച്ചപ്പോൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വീട്ടാൽ നടക്കാതെ പോയിട്ട് രണ്ടാമത് പറഞ്ഞു ബൂത്തിനുള്ളിൽ കയറിയിട്ട് അടി. എന്നാ ചെയ്തേ? കൊണ്ടുപോയി ചേക്കിയിട്ട് അടിച്ചിട്ട് താഴെ കിട്ടി. ആരാ ചെയ്തേ? അവിടെ ലീഗായിരുന്നു. പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ BJP സ്ഥാനാർത്ഥിക്കായി പോലീസിന്റെ തെരച്ചിൽ. പിരായിരി പഞ്ചായത്തിലെ 18ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി അരുൺ ആലങ്ങാടിനെയാണ് പോലീസ് തിരയുന്നത്. പുലർച്ചെയാണ് DCC സെക്രട്ടറി നന്ദബാലന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഘർഷം. സംഭവത്തിൽ KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 5 BJP പ്രവർത്തകർ കസ്റ്റഡിയിലായി. എന്നാൽ BJP പ്രവർത്തകർ നിരപരാധികളാണെന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ ആരോപിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFിലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുക പോലീസ് ചെയ്യാറുണ്ട്. പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തകർ നിരപരാധികളാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ബൂത്ത് കെട്ടുന്ന സമയത്ത് ആ പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാലക്കാട് കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ BJPയും CPMും എന്ന് BK ശ്രീകണ്ഠൻ MP. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബാദുഷയെ ലക്ഷ്യം വെച്ച് 2ഇടത്ത് CPM പ്രവർത്തകർ ആക്രമണത്തിന് ശ്രമിച്ചു. പിന്നാലെയാണ് കല്ലാക്കാട് DCC സെക്രട്ടറി നന്ദബാലന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയമാണ് ഇരുകക്ഷികളും കോൺഗ്രസ് പാർട്ടി നേതാക്കളെ ആക്രമിക്കാൻ കാരണമെന്നും BK ശ്രീകണ്ഠൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം BJP അഴിച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPMന്റെ പ്രവർത്തകരാണ്. ഈ ബാദുഷ എന്ന് പറഞ്ഞ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബാദുഷ, ഈ വഴിയിൽ പോസ്റ്ററും മറ്റു സാമഗ്രികളും എല്ലാ ബൂത്തിലും എത്തിക്കാൻ വേണ്ടി സ്വന്തം കാറിൽ പോകുകയാണ്. സ്വന്തം കാറിൽ പോകുന്ന ബാദുഷയെ തടഞ്ഞത് ആദ്യം CPMകാരാണ്. പുതിയ റോഡ് വെച്ചിട്ട് ഒരു സംഘം CPMകാർ തടഞ്ഞു.
അവിടെ വടിയും മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനത്തെ അക്രമം BJP-കാരുടെ വകയാണ്. അവർ പറഞ്ഞ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ സംഭവമില്ല. കാരണം അവിടെ മറ്റു വാഹനങ്ങളോ ഒന്നുമില്ല. ഇവർ വരുന്നത് അവർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ ബാദുഷേനെ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യാണ്. ഏറ്റവും നല്ലൊരു കേസ് പ്രവർത്തകനാണ്. നിങ്ങൾക്കറിയാം, വിക്ടോറിയ കോളേജിലൊരു പയ്യനാണ്. അവൻ്റെ കൂടെ അജ്മൽ എന്നുള്ള പയ്യനാണ് ഉണ്ടായിരുന്നു. 2-3 പിള്ളേരുണ്ടായിരുന്നു. ഇവർ നേരെ ഈ ബൈക്ക് എല്ലാം കൂടെ ഇരച്ച് കയറി ഓണടിച്ച് പിന്നാലെ വരുമ്പോൾ നന്ദപാലിൻ്റെ വീട്ടിൽ ബെല്ലടിച്ച് വാതിൽ തുറക്കാൻ അല്പം സമയം പോയി. വാതിൽ തുറന്ന് ഇവർ അകത്തേക്ക് കയറുമ്പോഴേക്കും കല്ലേറ് തുടങ്ങി. ആ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരുന്ന കല്ലാണ് എടുത്തെറിഞ്ഞത്. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. BC നിയമനത്തിൽ സുപ്രധാന നീക്കവുമായി സുപ്രീം കോടതി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-മാരെ സുപ്രീം കോടതി നിയമിക്കുമെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനായി ഓരോ പേരുകൾ ഗവർണറും സംസ്ഥാന സർക്കാരും സീൽ വെച്ച കവറിൽ അടുത്ത ബുധനാഴ്ചയ്ക്ക് മുൻപ് സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സുപ്രധാന നീക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഗവർണറെ സംബന്ധിച്ചും കനത്ത തിരിച്ചടി തന്നെയാണ്. അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC-മാരെ നേരിട്ട് സുപ്രീം കോടതി ഇനി നിയമിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ സുപ്രീം കോടതി ഒരു സമവായത്തിലെത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇരു കൂട്ടരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു സമവായത്തിലെത്തണം. അതല്ല എങ്കിൽ നേരിട്ട് നിയമനം സുപ്രീം കോടതി തന്നെ നടത്തുമെന്ന് അന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ആ ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. അതായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ ഗവർണർക്കും ഓരോ പേര് വീതം ഈ അതാത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് നൽകാം, അതിന്റെ VC-മാരായി നൽകാം എന്നുള്ളത് തന്നെയാണ്. അതും അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പേര് വിവരങ്ങൾ സീല് വെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2-അംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജസ്റ്റിസ് സുധാംശു ലൂതിയെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആരാണ് അടുത്ത സാങ്കേതിക അല്ലെങ്കിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ VC-മാർ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് ലൂതിയ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ബുധനാഴ്ച മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പേര് വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് ക്രോഡീകരിച്ച് അതിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയിലെ ഒരാളെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഒരാളെയും നിയമിക്കുന്ന നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുകയും ചെയ്യും. അടുത്ത വ്യാഴാഴ്ചയാണ് വീണ്ടും ഈ കേസ് പരിഗണനയിലേക്ക് വരിക. അന്ന് തന്നെ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിനോട് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി R. ബിന്ദുവും P. രാജീവും വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആരുടെ പേരുകളായിരിക്കാം ഇരു കൂട്ടരും നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ 2 പേരുകളായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ഒന്ന് ഈ ഇത്തരത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സാങ്കേതിക സർവകലാശാലയിലേക്കും എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പേരുകൾ എന്ന് പറയുന്ന ഒന്ന് ഡോക്ടർ സജി ഗോപിനാഥിന്റെയും ഒപ്പം തന്നെ സതീഷ് കുമാറിന്റെയും പേരുകളായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം ഗവർണറെ സംബന്ധിച്ച് ഡോക്ടർ സിസ തോമസിന്റെയും ഒപ്പം തന്നെ പ്രിയ ചന്ദ്രന്റെ പേരായിരുന്നു ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പേരുകൾ തന്നെ ആയിരിക്കുമോ ഇരു കൂട്ടരും ഈ സീൽ വെച്ച കവറിൽ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ അടക്കം നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതായത് ഈ സാങ്കേതിക സർവകലാശാലയിൽ തന്നെ ക്രമക്കേട് നടത്തി എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ഈ സജി ഗോപിനാഥ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്രമക്കേട് നടത്തിയ ഒരാളെ ഒരു തരത്തിലും VC സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം അടക്കം നേരത്തെ ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പേരുകളിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ അല്ലെങ്കിൽ ഇതേ പേരുകൾ തന്നെ ആയിരിക്കുമോ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേസിനി വീണ്ടും വ്യാഴാഴ്ചയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരിക. അന്ന് തന്നെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓരോ പദവിക്കും അനുയോജ്യമായ നിലയിൽ പെരുമാറാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത്രേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ. 2 പേരുകളാണ് 2 യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത്. അപ്പൊ അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ്. കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ റാങ്കിൽ 1ാമതായി വന്നിട്ടുള്ളയാൾ KTUവിൽ അപേക്ഷിച്ചിട്ടില്ല. KTUവിലെ 1ഉം 2ഉം പേരുകാർ
ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക? ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കും വേറൊരു യൂണിവേഴ്സിറ്റിക്കും വേണ്ടി അപേക്ഷ ക്ഷണിച്ചാൽ ഐൻസ്റ്റീൻ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചെന്ന് കരുതുക. ബാക്കി 4-5 പേർ 2 യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് ഐൻസ്റ്റീന് താഴെ ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഐൻസ്റ്റീനേക്കാൾ യോഗ്യൻ ഈ 2ലും വന്ന ആളാണെന്ന് പറയുക എത്ര യുക്തിരഹിതമില്ലാത്ത കാര്യമാണ്. ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മലയാള മനോരമ എന്തോ തെറ്റായ രൂപത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വെൽ ഡ്രാഫ്റ്റഡ് പരാമർശത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച സണ്ണി ജോസഫ് പരാതിയെ വെൽ ഡ്രാഫ്റ്റഡ് എന്നായിരുന്നു പരിഹസിച്ചത്. മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചും അതിജീവിതയെ അപമാനിച്ചും KPCC അധ്യക്ഷൻ എന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെയാണ് അതിനെ തള്ളി സതീശൻ രംഗത്ത് വന്നത്. പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആകുന്നതിൽ എന്താണ് തെറ്റ്? പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആകുന്നതിൽ തെറ്റില്ല. പരാതി നൽകുമ്പോൾ വക്കീലന്മാരുടെ സഹായം തേടുന്നതിലും തെറ്റില്ല. ഇതായിരുന്നു സതീശന്റെ പ്രതികരണം. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു. എൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായി ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈൻറ്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എൻ്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോൾ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടി കാണും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഒന്ന് കോൺഗ്രസിൽ അടങ്ങി വരികയായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവും തന്നെ ഈ വിഷയത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം കൂടിയാണ് എന്നത് അവർ ഓർക്കുന്നില്ല എന്തോ? രഞ്ജിത്ത്, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിൽ തുടക്കം മുതൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. അത് പിന്നീട് പരസ്യമായി പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ തിരിച്ചറിയുകയും എല്ലാവരുടെയും ഒറ്റ അഭിപ്രായം എന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തതാണ്. അത് പുറമേക്ക് മാത്രമായിരുന്നു ആ മാറ്റം എന്ന് വ്യക്തമാക്കുന്നതാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം തന്നെ. ഒരു പരാതിക്കാരി, രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയ ശേഷം ഉള്ള ഒരു പ്രതികരണം, അത് കേരളം പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് നടത്തുന്ന പ്രതികരണം എന്ന തരത്തിലേക്കുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് ന്യായീകരിക്കുന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന പരാമർശം തന്നെയാണ് KPCC അധ്യക്ഷൻ നടത്തിയത്. ഈ പരാതി ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, ഇതിനു പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അങ്ങനെ സ്വന്തം നിലയ്ക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട അപമാനത്തിനെതിരെ അല്ലെങ്കിൽ തനിക്ക് നേരിട്ട ദുരനുഭവത്തിനെതിരെ പരാതി കൊടുത്തതല്ല, അതിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഉള്ള സൂചന തന്നെയാണ് KPCC അധ്യക്ഷൻ നൽകിയത്. ഇത് സ്വാഭാവികമായും ഒരു പരാതിക്കാരി എവിടെയെങ്കിലും പരാതി നൽകുമ്പോൾ ആ പരാതി തയ്യാറാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും അഭിഭാഷകന്റെ അല്ലെങ്കിൽ മറ്റ് നിയമം അറിയുന്നവരുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അതിന് പരാതിക്കാരിയെ അപമാനിക്കുന്ന നിലയിലേക്ക് KPCC അധ്യക്ഷന്റെ ഈ പ്രസ്താവന മാറുകയും അതോടൊപ്പം തന്നെ പാർട്ടി പുറത്താക്കിയെന്നും പാർട്ടിയുമായി യാതൊരു
ബന്ധവുമില്ല എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് KPCC അധ്യക്ഷന്റെ പ്രതികരണം മാറുകയും ചെയ്തതോടെയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പരസ്യമായി തന്നെ KPCC അധ്യക്ഷനെ തള്ളി പറഞ്ഞുകൊണ്ട് എന്ന് തന്നെ പറയാം. പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. എന്താണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതിക്ക് കുഴപ്പം? താൻ ഒരു അഭിഭാഷകനാണ്, സണ്ണി ജോസഫും അഭിഭാഷകനാണ്. പക്ഷേ ഇപ്പോൾ തയാനോ സണ്ണി ജോസഫ് ഒരു പരാതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനെ കൊണ്ട് പരാതി തയ്യാറാക്കുകയും അത് ഒരു ഒഫൻസ് അല്ലല്ലോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ വേണം പരാതി തയ്യാറാക്കേണ്ടത്. നന്നായി ഒരു പരാതി നൽകുമ്പോൾ ആ പരാതി തയ്യാറാക്കാൻ നിയമവിദഗ്ധരുടെ സഹായം തേടേണ്ടത് തന്നെയാണ്. അത് ശരിയായ ഒരു നിലപാടാണ്. അതിൻ്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഫലത്തിൽ ഈ രണ്ടാമത്തെ പരാതിയെയും പരാതിക്കാരിയെയും തള്ളിക്കളയുമ്പോൾ, KPCC അധ്യക്ഷൻ തള്ളിക്കളയുമ്പോൾ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷനെ തള്ളിക്കളയുകയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ 2 നേതാക്കൾ, ഒന്ന് KPCC അധ്യക്ഷനും 2 പ്രതിപക്ഷ നേതാവുമാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പാർട്ടിയെ നയിക്കേണ്ടത്. ഈ 2 പേർക്കും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണെന്നുള്ളത് വോട്ടെടുപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഈ അഭിപ്രായ വ്യത്യാസം പരസ്യമായിരിക്കുന്നത്. അതാണ് വിവരം. കിരൺ ബാബുവാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാവിലത്തെ ചോദ്യം. നിസ്സഹായരായ യുവതികൾ യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയാൻ ഭയപ്പെടുകയാണ്. ജീവൻ അപകടത്തിലാകുമെന്നാണ് അവരുടെ ഭയം. വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാമെന്നും യഥാർത്ഥ ലൈംഗിക കുറ്റവാളികൾ സമൂഹത്തിന് മുന്നിൽ വന്ന് ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളും. മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പടൻ പരാമർശം അല്പത്തമെന്നായിരുന്നു സുധാകരൻ MPയുടെ പ്രതികരണം. രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതെ, അത് അദ്ദേഹത്തിൻ്റെ അല്പത്തരം. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ? എൻ്റെ അർത്ഥം. ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങളുടെ UDFിനൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ 100 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ അകത്ത് ഒരുപാട് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത്. അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും. കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ. മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന പരാതി മുഖ്യമന്ത്രി എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLAക്കെതിരായ പരാതി നൽകിയപ്പോൾ ഉടൻ നടപടിയെടുത്തു. ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട എത്ര പേർ മന്ത്രിസഭയിലും ഇടതുപക്ഷ MLAമാരുടെ കൂട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ടെന്നും സതീശൻ ചോദിച്ചു. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പം ചെയ്തത് എന്താ? അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ മുൻ CPMന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതിയാണ്. പരാതി പോലീസിൽ നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 12-13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLAക്കെതിരെ ഈ പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ല. ഞാൻ അതിനകത്ത് തെറ്റ് പറയില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLAയെക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷേ മുൻ ഇടതുപക്ഷ MLAക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പോൾ എന്ത് ഇരട്ട നീതിയാണത് പൂഴ്ത്തിവെച്ചത്? പിന്നെ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസിൽ മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എത്ര പേര്
ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയാനില്ല, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLA-മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLA-മാരുടെ ഇടതുപക്ഷ MLA-മാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തലയും ഇന്ന് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ആദ്യം CPM-ലെ സ്ത്രീ ലംബടന്മാരെ മര്യാദ പഠിപ്പിക്കട്ടെ. ഒരു മുൻ MLA ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരോപണം വരുമ്പോൾ പാർട്ടി കോടതിയാണ് ഏൽപ്പിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലംബടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. 2 ആഴ്ചക്കാലം ഒരു പരാതി ഒരു നടി കൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാഞ്ഞത്? KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGPക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അന്തസ്സില്ലാത്തതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. മുൻ MLA-ക്കെതിരെ പരാതി ലഭിച്ചിട്ട് CPM 3 ആഴ്ച പൂഴ്ത്തിവെച്ചു. BJP ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പുവെക്കുന്നവരാണ് CPM എന്നും UDF-ന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. KPCC പ്രസിഡന്റ് രാഹുലിനെ ന്യായീകരിക്കാൻ ജീർണമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ അതിജീവിതയെയും സർക്കാരിനെയും പരിഹസിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അടൂർ പ്രകാശിൻ്റേത് നിരുത്തരവാദപരമായ പ്രസ്താവനയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രസ്താവന അനവസരത്തിലെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനവസരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ എന്നെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, അതും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കൺവീനർ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള അത്തരമൊരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു. അത് അറിഞ്ഞ് ഉടനെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാന്നിധ്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് തനിക്ക് പറ്റിയ വീഴ്ച, അതിൽ ക്ഷമാപണം അദ്ദേഹം ചോദിക്കേണ്ടായി. നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ആയിട്ടുള്ള പ്രകടമായ വ്യത്യാസം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വേട്ടക്കാർക്കൊപ്പമെന്ന് മന്ത്രി MB രാജേഷ്. തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ അതിജീവിതകൾക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണെങ്കിൽ 2ാം ഘട്ടത്തിൽ KPCC അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ പരാതി പോലീസിനു കൈമാറിയതിൽ അഭിമാനം കൊണ്ട KPCC പ്രസിഡന്റ് ഇപ്പോൾ പരാതി തള്ളിപ്പറഞ്ഞതാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ അതിജീവിതകൾക്കെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണ്. 2ാം ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കും. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, ഒരു അതിജീവിതയുടെ പരാതിയെ പോലീസിന് ഞങ്ങൾ കൈമാറി എന്നത് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നവരാണ് ഇവര്. ഇപ്പൊ അവര് നിലപാട് മാറ്റി. യഥാർത്ഥത്തിൽ ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതാണ് UDF കൺവീനറുടെയും ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവന കാണിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതി കിട്ടി, കൂടെ ഞങ്ങൾ കൈമാറി. ഇപ്പൊ പരാതിയെ ചോദ്യം ചെയ്യുന്നു, പരാതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ കൂട്ടുപ്രതി ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ജോബിയുടെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ ഇരയെ അപമാനിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും. പോലീസ് കസ്റ്റഡി പൂർത്തിയാക്കിയ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി വീണ്ടും രാഹുൽ ഈശ്വറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ജാമ്യം ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നു. അതിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര ശക്തമായ നിലപാടുണ്ടാവില്ലായിരുന്നുവെന്നും വിശ്വാസികൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് വിശ്വാസികളുടെ പിന്തുണയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ
ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ CPM നടപടിയെടുക്കേണ്ട സമയത്ത് സ്വീകരിക്കുമെന്ന് AK ബാലൻ. തെറ്റ് ചെയ്തവർ ആരാലും ശിക്ഷിക്കട്ടെ, കട്ടവരിൽ കൂടുതൽ പേർ കോൺഗ്രസ് അല്ലേ എന്നും AK ബാലൻ ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണല്ലോ ഞാൻ പറയുന്നത്. ഇതില് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി അവരുടെ പേരിൽ FIR ഇട്ട് ഇപ്പൊ അവർ റിമാൻഡിലാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചോദിക്കുന്ന സംഘടനാപരമായിട്ടുള്ള നടപടിയാണ്. സംഘടനാപരമായിട്ടുള്ള നടപടി എടുക്കേണ്ട സമയത്ത് ഉചിതമായ സമീപനം ഞങ്ങൾ മുമ്പേ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതേ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇതിലും ഉണ്ടാവും. സിറോ മലബാർ സഭ പാത്രിയാർക്കൽ പദവിയിലേക്കെന്ന് സൂചന. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാത്രിയാർക്കീസ് ആയേക്കും. പാത്രിയാർക്കൽ പദവി സിറോ മലബാർ സഭയ്ക്ക് നൽകുന്നത് വത്തിക്കാന്റെ പരിഗണനയിലാണ്. മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് സെക്രട്ടറിയെയും മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു. മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും ലിയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം T20 മത്സരം ഇന്ന്. ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടിയ ഇന്ത്യ 5 മത്സര പരമ്പരയിൽ 1-0 മുന്നിലാണ്. 101 റൺസിന്റെ കൂറ്റൻ ജയം നേടിയെങ്കിലും മുൻനിര ബാറ്റർമാരുടെ പ്രകടനമാണ് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നത്. 3-ാം നമ്പറിൽ ഇറങ്ങുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ഓപ്പണറായി ഇറങ്ങുന്ന വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും മങ്ങിയ ഫോം ഇന്ത്യക്ക് തലവേദനയാണ്. ഏഷ്യ കപ്പ് മുതൽ സഞ്ജു സാംസണ് പകരം ഓപ്പണറായി ഇറങ്ങുന്ന ശുഭ്മാൻ ഗില്ലിന് ഇതുവരെ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനായിട്ടില്ല. ആദ്യ മത്സരത്തിൽ മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,935, പവന് 95,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,875, പവന് 79,000. വെള്ളി ഗ്രാമിന് 198, കിലോയ്ക്ക് 1,98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.